ഓർത്തഡോക്സ് സഭയുടെ PRO ഉൾപ്പെട്ട വിശുദ്ധനാട് യാത്രയെയും അതിലെ സാമ്പത്തിക തിരിമറിയെയും കുറിച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊടുത്തിരുന്നു. അതിനൊരു മറുപടിയെന്നോണം PRO സമൂഹമാധ്യമങ്ങളിൽ ഒരു ശബ്ദസന്ദേശം ഇട്ടിരുന്നു. ആ ശബ്ദസന്ദേശമെന്ന് നമുക്ക് കേൾക്കാം. തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എന്നെക്കുറിച്ച് വന്ന അപകീർത്തിപരമായ വാർത്തയുടെ പ്രതികരണമാണ് ഇത്. 2023 ഒക്ടോബർ മാസത്തിൽ എന്നെ സ്നേഹിക്കുകയും എന്നോട് അടുപ്പമുള്ളവരുമായ ചില ആളുകളുടെ താല്പര്യത്തെ പ്രതി ഒരു വിശുദ്ധ നാട് സന്ദർശനം ക്രമീകരിക്കുകയുണ്ടായി. ചങ്ങനാശ്ശേരിയിലുള്ള അബ്രാം എന്ന ഏജൻസിയുമായിട്ടാണ് ഇതിനെ ബന്ധപ്പെട്ടത്. യുദ്ധം തുടങ്ങിയ പശ്ചാത്തലത്തിൽ യാത്ര ഫെബ്രുവരിയിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അതും സാധ്യമാകാതെ വന്നു. തുടർന്ന് മാർച്ച് മാസത്തിൽ യാത്രയ്ക്കായി ഒരുങ്ങിയെങ്കിലും വലിയ നോമ്പ് കാലഘട്ടമായകയാൽ യാത്ര വേണ്ട എന്നുള്ള പൊതു അഭിപ്രായം ഉണ്ടായി. വീണ്ടും ഏപ്രിൽ മാസത്തിലേക്ക് യാത്ര നിശ്ചയിച്ചു. എന്നാൽ ചില ആളുകൾ യാത്രയ്ക്കുള്ള അസൗകര്യം അറിയിക്കുകയും അവർക്ക് മുഴുവൻ തുകയും തിരികെ നൽകാമെന്ന് ഏജൻറ്റ് സമ്മതിക്കുകയും ചെയ്തു. മെയ് 31 ശേഷം എല്ലാവർക്കും ചെക്ക് നൽകുകയും ഉണ്ടായി. എന്നാൽ അക്കൗണ്ടിൽ പണമില്ലാതെ വന്ന സാഹചര്യത്തിൽ കുറച്ചുകൂടി കാത്തിരിക്കണമെന്ന് അദ്ദേഹം എല്ലാവരോടും ആവശ്യപ്പെടുകയും അവർ അപ്രകാരം ചെയ്യുകയുമുണ്ടായി. എന്നാൽ ഇതുവരെയും പണം നൽകിയിട്ടില്ല. അടുത്ത മാസം തുക നൽകാമെന്നാണ് ഇപ്പോൾ സമ്മതിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് എൻ്റെ പേരിൽ പോലീസ് കേസുണ്ടെന്നും മറ്റുമുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഏതു വിധേനയും ഇവരുടെ പണം നൽകുന്നതിനുള്ള പരിശ്രമങ്ങൾ നടന്നുവരുന്നു. മോഹൻ ജോസഫ് അച്ഛൻ. ഈ ഓഡിയോ കേട്ടവർ പരസ്പരം ചോദിക്കുന്നത് ഞങ്ങൾ നൽകിയ വാർത്ത പൂർണ്ണമായും ശരിയായിരുന്നോ എന്നാണ്. കാരണം വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും അദ്ദേഹം നിഷേധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അതെല്ലാം ശരി തന്നെയെന്ന് അടിവരയിട്ട് പറയുകയും ചെയ്യുന്നു. ആകെ തെറ്റ് ഒരു പോലീസ് സ്റ്റേഷനിലും എനിക്കെതിരെ കേസില്ല എന്ന് പറഞ്ഞതാണ്. അത് ശരിയാണ്. തട്ടിപ്പിനിരയായി പലർ ചേർന്ന് പരാതി കൊടുക്കുകയും പോലീസ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും ചെയ്തു. പക്ഷേ FIR ഇട്ടിട്ടില്ല. അതിന് കാരണം ഇട്ടിരിക്കുന്ന കുപ്പായത്തോട് പോലീസുകാർ കാണിച്ച ഒരു ഔദാര്യമാണ്. പക്ഷേ ഈ ഔദാര്യം മിക്കവാറും അടുത്ത വെള്ളിയാഴ്ച കൊണ്ട് തീരും. കാരണം 5-ാം തീയതി വെള്ളിയാഴ്ച കൊടുക്കാനുള്ള എല്ലാവർക്കും പണം തിരിച്ചു കൊടുത്തുകൊള്ളാമെന്ന് പോലീസ് സ്റ്റേഷനിൽ സമ്മതിച്ചിരിക്കുകയാണ്. അത് പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് FIR ഇടേണ്ടി വരും. എവിടെന്ന് കൊടുക്കാൻ? 1.5 ലക്ഷം രൂപ വെച്ച് 48 പേർക്ക് 72 ലക്ഷം രൂപ വേണം. ദേവലോകത്തിരുന്ന ചില പദ്ധതിയിൽ നിന്ന് അടിച്ചു മാറ്റിയതും ദേവലോകത്ത് നടത്തിയ പണിയുടെ വിഹിതവും എല്ലാം കൂടി കൂട്ടിയാലും ഇത്രയും തുക ഇപ്പോൾ കയ്യിൽ കാണില്ലെന്നാണ് PROയെ അടുത്തറിയാവുന്ന ചിലർ ഞങ്ങളോട് പറഞ്ഞത്. അതുപോലുള്ള ആർഭാട ജീവിതമാണല്ലോ നയിക്കുന്നത്. കൂടെ നിൽക്കുന്നവർക്കൊക്കെ 5 സ്റ്റാർ ട്രീറ്റ് കൊടുത്താണ് കൊണ്ടു നടക്കുന്നത്. അമേരിക്കയിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടയാൾ ഫ്രീ ആയി കൊടുത്ത സ്കോഡ കാറിൻ്റെ വില ഏകദേശം 36 ലക്ഷം രൂപ വരുമെന്നാണ് പലരും പറയുന്നത്. ഓർത്തഡോക്സ് സഭയിൽ ഒരുപാട് പ്രസംഗം നടത്തുന്ന കത്തനാർമാരുണ്ട്. അവർക്കാർക്കും സ്കോഡ പോയിട്ട് ഒരു ടാറ്റ പോലും ആരും കൊടുത്തിട്ടില്ല. അങ്ങനെ നോക്കിയാൽ അത് ഏതാണ്ട് ഈ ഇടപാടിൽ കിട്ടിയ കമ്മീഷനെ കവച്ചു വയ്ക്കും. ഏജൻറ്റിൻ്റെ കയ്യിൽ കൊടുത്ത തുകയിൽ 5 നയാ പൈസ പോലും ഈ വിശുദ്ധനാട് സന്ദർശനത്തിൻ്റെ പേപ്പർ വർക്കുകൾക്കായി ചിലവാക്കിയിട്ടില്ല. പക്ഷേ പൈസ ഇല്ല താനും. ഈ പണം ഏതിലേ പോയി? അതൊന്നും ചിലവായതല്ല, ചിലവായിൽ പോയതാണ്. അതും തിരിച്ചു കിട്ടില്ല. ഇനി എൻ്റെ പേരിൽ കേരളത്തിൽ ഒരു സ്റ്റേഷനിലും കേസില്ല എന്ന് പറഞ്ഞത് ശരി. പക്ഷേ പരാതി ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. പരാതിയുണ്ട്. സ്റ്റേഷനിൽ കേസില്ലെന്ന് നിഷേധിച്ച ഈ വൈദികൻ കോടതിയിലെ കേസിനെപ്പറ്റി വിദഗ്ധമായി മൗനം പാലിച്ചു. കാരണം അവിടെ കേസുണ്ട്. ഇതിനിടെ സാമ്പത്തികമായി നല്ല നിലയിലുള്ള മൂന്നാമതൊരാളെ ഇടയ്ക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ചെക്ക് കൊടുത്ത് സമയം നീട്ടിവാങ്ങാനും ശ്രമം നടത്തുന്നുണ്ടത്രേ. പിടിച്ചു നിൽക്കാനുള്ള അവസാനത്തെ ശ്രമം. ആ ശ്രമം എന്തായാലും വിജയിക്കട്ടെ. ദേവലോകത്തെ ഓഡിറ്റ് വേണ്ടാത്ത പദ്ധതി ഇതുപോലൊരു തട്ടിപ്പ് വീരനെ കയറ്റിയിരുത്തിയാൽ മീൻ സൂക്ഷിക്കാൻ പൂച്ചയെ ഏൽപ്പിച്ചതുപോലെയല്ലേ വരൂ. സാമ്പത്തിക തട്ടിപ്പ് നടത്തില്ല എന്നുറപ്പുള്ള ആരെയെങ്കിലും ഏൽപ്പിച്ചില്ലെങ്കിൽ ഈ ഓഡിറ്റില്ല പദ്ധതി സഭയ്ക്കൊരു കളങ്കമാകും. തട്ടിപ്പ് മാത്രമല്ല, അല്പസ്വല്പം ഗുണ്ടാപ്പണിക്കുള്ള ആളുകളെയും ഈ കക്ഷി സംഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അത് പ്രൊഫഷണൽ ഗുണ്ടകളൊന്നുമല്ല. മുമ്പിരുന്ന പള്ളികളിലെ ചില ഫാൻസാണ് ഈ പണി ചെയ്യുന്നത്. പ്രതിഫലം നല്ല ട്രീറ്റും കിട്ടും.
ദേവലോകത്ത് എന്തും സാധിച്ചു കൊടുക്കാം എന്നൊരു ഉറപ്പും. ഇപ്പോൾ നിലവിൽ ക്രിമിനൽ കേസ് ആകാൻ സാധ്യതയുള്ളത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത കേസാണ്. അത് 2 പേർ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അവർക്ക് 5-ാം തീയതി കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് കേസ് രമ്യതയിലായി എന്ന് എഴുതി കൊടുത്തേക്കാൻ നിർബന്ധിച്ചെങ്കിലും പൈസ കിട്ടിയിട്ട് എഴുതി തരാമെന്ന് അവർ പറഞ്ഞിരിക്കുകയാണ്. അതിനാൽ ഏതു വിധേനയും 3 ലക്ഷം കൊടുത്ത് അവരെ ഒതുക്കും. ബാക്കി ചെക്ക് കേസല്ലേ, അത് സാരമില്ല, കോടതിയിൽ കാണാം.